സംഗതി അല്പം കഠിനമാണ്. പക്ഷേ ഇതോടെ തിരിച്ചടവ് മുടക്കുന്നവരുടെ എണ്ണത്തില് കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടല്. ഒരു ആവേശത്തിന് ഇഎംഐയില് ഫോണെടുത്തു. പക്ഷെ പ്രതിമാസ അടവ് മുടങ്ങിയാല് എന്തായിരിക്കും നടപടി? ഫോണ് ലോക്ക് ചെയ്യും. അതെ, അടവ് തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാന് ഒരുങ്ങുകയാണ് ആർബിഐ. സംഗതി അല്പം കഠിനമാണ്. പക്ഷേ ഇതോടെ തിരിച്ചടവ് മുടക്കുന്നവരുടെ എണ്ണത്തില് കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടല്. വൈകാതെ ഇതു സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. സ്മാർട്ട് ഫോണുകള് വാങ്ങുന്നതിനായി ലോണെടുക്കുന്നവരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. സോഷ്യല് മീഡിയ ബൂമും. എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായതോടെ മികച്ച ഫീച്ചറുകളുള്ള ഫോണുകള് എടുക്കാൻ ആർക്കും മടിയില്ലാതായി. 85% തുക വരെ ഫോണ് വാങ്ങാന് വായ്പ നൽകുന്നവരുമുണ്ട്. വായ്പ ലഭിക്കാനും ലളിതമായ വ്യവസ്ഥകളായതിനാല് വായ്പ എടുക്കാനും എളുപ്പമാണ്. ആഗ്രഹത്തിന് അനുസരിച്ച് പ്രീമിയം ഫോണ് കയ്യില് ലഭിച്ചാല് ആദ്യത്തെ 2 മാസങ്ങൾക്ക് ശേഷം ഇഎംഐ അടയ്ക്കുന്നത് തന്നെ പലരും തെറ്റിച്ചു തുടങ്ങും. ഇതിന് പരിഹാരമായാണ് ലെൻഡേഴ്സിന് ഫോൺ ലോക്ക് ചെയ്യാനുള്ള അനുമതി നൽകാനുള്ള നീക്കത്തിലേക്ക് ആർബിഐ കടക്കുന്നത്. പക്ഷേ ഫോൺ ലോക്ക് സംവിധാനം ഉപയോഗിക്കുന്നതിന് മുൻപ് വായ്പ നൽകുന്ന സാമ്പത്തിക സ്ഥാപനങ്ങള് കടമെടുത്തയാളില് നിന്ന് അനുവാദം വാങ്ങിയിരിക്കണം. ഫോണില് നിന്ന് വ്യക്തിഗത വിവരങ്ങള് ശേഖരിക്കുന്നതിനുള്ള അനുമതിയില്ല. ഈ നീക്കത്തെ വായ്പ നൽകുന്നവരെല്ലാം അനുകൂലിച്ചെങ്കിലും ഇത് ഉപയോക്താക്കളുടെ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉപഭോക്താക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ഉയർത്തുന്നുണ്ട്. തന്നെയുമല്ല, ഫോണ് എന്നത് ഒരു ഗാഡ്ജറ്റ് എന്നതിലുപരി ദൈനംദിന ജീവിതത്തിലെ അത്യന്താപേക്ഷിത ഘടകം കൂടിയായി മാറിയിരിക്കുകയാണ്. ജോലി, വിദ്യാഭ്യാസം, സാമൂഹിക ബന്ധങ്ങള്, സാമ്പത്തിക ഇടപാടുകള് തുടങ്ങി എന്തിനും ഫോണ് വേണമെന്ന അവസ്ഥയാണ്. അതിനാല് ഫോണ് ലോക്ക് ചെയ്യുക എന്ന നടപടി അവരുടെ ജീവിതത്തിന് തന്നെ വിലങ്ങിടുന്നതിന് തുല്യമാണെന്നും വാദമുണ്ട്. എന്തായാലും ആർബിഐ ഇതു സംബന്ധിച്ച ചർച്ചകളിലാണ്. ഉപഭോക്താക്കളുടെയും ലെൻഡേഴ്സിന്റെയും താൽപര്യങ്ങള് സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നടപടിയെന്നും ആർബിഐ വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ ഇത്തരത്തില് പൂട്ടിടാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കില് ഇന്ത്യന് ഉപഭോക്തൃ സാമ്പത്തിക സംവിധാനത്തില് വലിയൊരു മാറ്റത്തിനായിരിക്കും അത് തുടക്കം കുറിക്കുക. ഐഫോൺ 17ന്റെ ഫീച്ചറുകളെല്ലാം വായിച്ച് ഇഎംഐയില് ഒരു ഫോണെടുത്താലോ എന്നാലോചിച്ചിരിക്കുകയാണെങ്കില് തീർച്ചയായും ഈ ലേഖനം നിങ്ങൾക്കുള്ളതാണ്.